ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക. യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ഹായ്, ഹരി സംസാരിക്കുന്ന റൈലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 650 വീണ്ടും ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിലല്ല ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്തിരിക്കുന്നത്, ഇന്ത്യക്ക് വെളിയിലായിട്ടാണ് ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞ ഈ റോയൽ എൻഫീൽഡ് ഇങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടാക്കണമെന്ന് തീരുമാനത്തിലോട്ട് എത്തിയതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഓട്ടോലോഗ് ഡിസൈൻസും ഓട്ടോലോഗ് എഞ്ചിൻസും കൂടി ചേർന്ന് ഹിമാലയന്റെ തന്നെ 2 എഞ്ചിൻ 440 cc-യുടെ 2 എഞ്ചിൻ ജോയിൻ ചെയ്ത് 820 cc-യുടെ ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്ത് ഒരു ഹിമാലയൻ അവര് കഴിഞ്ഞ ഗോവയിൽ വെച്ച് നടന്ന ഈ ഇവന്റ് അല്ല, അതിന് മുന്നത്തെ ഇവന്റിൽ അവര് മോട്ടോർ സൈക്കിള് കാണിച്ചിരുന്നു. അപ്പൊ ആ മോട്ടോർ സൈക്കിള് ആണ് 650 cc-യുടെ ഹിമാലയൻ കൊണ്ടുവരാനായിട്ടുള്ള റോയൽ എൻഫീൽഡിന്റെ പ്രചോദനം. ഏതാണ്ട് ഡിസൈൻ ഓൾമോസ്റ്റ് അതുമായിട്ടൊരു സിമിലാരിറ്റി വരുന്നുണ്ട്. അതും പുതിയ മോഡൽ ഹിമാലയനായിട്ടൊക്കെ കുറച്ച് സിമിലാരിറ്റീസ് വരുന്നുണ്ട്. ഫ്രണ്ട് ഭാഗമാണ് ഏറ്റവും കൂടുതൽ അതുമായിട്ട് സിമിലാരിറ്റീസ് വന്നേക്കണം. അപ്പൊ ഇതൊരു ഓഫ് റോഡിങ് മോട്ടോർ സൈക്കിൾ ആയിരിക്കില്ല, ഇതൊരു ലോങ് റൈഡ് ഹൈവേ ക്രൂസിംഗ് ടൂറിംഗ് മോട്ടോർ സൈക്കിൾ ആയിരിക്കും. ഇത് നിലവിൽ ഇപ്പൊ ടെസ്റ്റ് ചെയ്യണ സ്പോക്ക് വീൽ വെച്ചിട്ടാണ്. അപ്പൊ ഇതൊരു സ്പോക്ക് വീൽ വേരിയന്റും അലോയ് വേരിയന്റും ഉണ്ടാവുമോ എന്ന് എനിക്കറിയാം. നിലവിൽ ഇപ്പോ അതിന്റെ ലുക്കും ഡിസൈനും എനിക്കൊരു താല്പര്യം തോന്നിയിട്ടില്ല. ഇനിയിപ്പോ അതിന്റെ കംപ്ലീറ്റ് പെയിന്റ് സ്കീമിലും അത് ലോഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ കളറും ഇതെല്ലാം വരുമ്പോ ഇപ്പൊ ടെസ്റ്റിംഗ് ആയതുകൊണ്ട് പലതും ഈ സ്റ്റിക്കർ വർക്ക് ചെയ്ത് മറച്ചാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം എനിക്ക് കണ്ടിട്ട് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല അതിന്റെ ഡിസൈൻ വൈസ്. ബാക്കി എനിക്ക് ഓടിച്ചു നോക്കാതെ ബാക്കി കാര്യങ്ങളുമല്ല, ഡിസൈൻ വൈസ് ഞാൻ ഓക്കെ അല്ല. ഒരു 650 cc-യുടെ ഹിമാലയനൊക്കെ കൊണ്ടുവരുമ്പോ കുറച്ചുകൂടി ഫ്രഷ് ഒരു എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന ഒരു ഡിസൈൻ അവർക്ക് കൊണ്ടുവരാൻ വരുന്നത്. ഒരു ഗ്ലോബൽ പ്രോഡക്റ്റ് ആയിട്ട് അവർ കൊണ്ടുവരുമ്പോൾ ഹിമാലയന്റെ ഒരു ബിഗർ CC വേരിയന്റ് ആണല്ലോ അവർ കൊണ്ടുവരാൻ പോകുന്നത്, ടൂറിംഗ് വേരിയന്റ്. അപ്പൊ അതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, പക്ഷെ ഇത് പ്രൊഡക്ഷൻ വേരിയന്റ് കാണുമ്പോൾ എങ്ങനെയാന്ന് ചിലപ്പോ മേ ബി എനിക്ക് ഇഷ്ടപ്പെട്ടേക്കാം. അതിന്റെ കളറും ഇതെല്ലാം കൂടി വരുമ്പോൾ നിലവിൽ ഇപ്പോ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഈ ഡിസൈൻ അത്ര താല്പര്യം തോന്നിയിട്ടില്ല. എപ്പോഴും ഈ ഒരേ ക്ലാസിക് ടച്ച് ആയിട്ടുള്ള ഡിസൈൻ ഓലിഫിന്റെ ഇതൊരു എപ്പോഴും ഒരു ക്ലാസിക് ടച്ച് ആണ്. അതിൽ നിന്ന് മാറുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് ഡിസൈൻ. ഹിമാലയയിലൊക്കെ ഒരു ക്ലാസിക് ടച്ചുള്ള സ്ക്വയർ ടൈപ്പ് ലൈറ്റോ അങ്ങനെയൊക്കെ പുതിയത് എന്തെങ്കിലും ഒരു ഇൻവെൻഷൻ അതിനകത്ത് കൊണ്ടുവരാമെന്ന് തോന്നി ഹിമാലയയിൽ. ബാക്കി മോട്ടോർ സൈക്കിളിൽ കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷെ ഹിമാലയയില് ആ ക്ലാസിക് ടച്ച് ആയിട്ടുള്ള ADV ബൈക്ക് എന്നുള്ള ഒരു ടാഗ് ലൈൻ മാറ്റിയിട്ട് വേറൊരു ഡിസൈൻ അതിൽ കൊണ്ടുവരാമെന്ന് എനിക്ക് തോന്നി. കമ്പനി അത് ചെയ്തിട്ടില്ല. കമ്പനി ഇപ്പോഴും ആ ക്ലാസിക് ടച്ചിലൂടെയാണ് കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പുതിയ ബിഗർ CC ആയിട്ടുള്ള മോഡലും അങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും 2026 പകുതിയോടുകൂടി ഇത് നമുക്ക് ഇതിന്റെ ലോഞ്ചിങ്ങിന്റെ ഒക്കെ അറിയാൻ സാധിക്കും. ചിലപ്പോ ഗോവയിൽ വെച്ച് നടന്ന ഇവന്റോ അല്ലെങ്കിൽ ഐക്മേലോ എന്തെങ്കിലും ഇതിന്റെ ഒരു സൂചന കമ്പനി എന്തായാലും നൽകുന്നതാണ്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ, ബാക്കിൽ മോണോഷോക്ക് ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആയിരിക്കും. പിന്നെ വൈബ്രയുടെ ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. ഈ ബ്രംബോന്റെ ഒരു സമ്പ്രാറ്റാണ് വൈബ്ര ആയതുകൊണ്ട് തന്നെ വൈബ്രയുടെ ഒരു ബ്രേക്കിംഗ് സെറ്റപ്പാണ് നടത്തിയിരിക്കുന്നത്. ഫ്രണ്ടിൽ ഡ്യുവൽ ഡിസ്ക് ആണ്, ബാക്കിൽ സിംഗിൾ ഡിസ്ക് ആയിരിക്കും. ഇന്ത്യൻ വേരിയന്റിൽ സിംഗിൾ ഡിസ്ക് ആയിട്ട് ചിലപ്പോൾ കുറച്ചുകൂടി വലിയ സൈസ് കൂടിയ ഡിസ്ക് നൽകാൻ സാധ്യത. അങ്ങനെ ആയിരിക്കും 4 ലക്ഷം തൊട്ട് 5 ലക്ഷം രൂപ ആയിരിക്കും വില വരുന്നത്. ഇന്ത്യൻ വേരിയന്റിൽ സിംഗിൾ ഡിസ്ക് ആയിട്ടുള്ള സംഭവമായിരിക്കും കുറച്ചുകൂടി വലിയ ഡിസ്ക് ആയിരിക്കും നൽകുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കും പ്രൈസ് കട്ട് ചെയ്യണതിന്റെ ഭാഗമായിട്ട് 4 ലക്ഷം തൊട്ട് 5 ലക്ഷം 6 ലക്ഷം ഇടയിൽ ഒരു പ്രൈസിങ് വന്നേക്കാം ഹിമാലയൻ സിറ്റി. ചിലര് പറയുന്നു ഇത് ഹിമാലയൻ 750 എന്നുള്ള രീതിയിൽ ഒരു വർത്താനം കേൾക്കുന്നുണ്ട്. ലൈഫായിട്ട് 750 cc 650 തന്നെയാണ്. പെട്ടെന്നൊരു 750 cc എഞ്ചിനീയർ നൽകുകയില്ല. ഈ വരാൻ പോകുന്ന ബിഗർ CC ഹിമാലയനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.